ഹായ്, ഇതൊരു ഹംപി വ്ളോഗാണ്. ഞങ്ങൾ ഒരു 2 days ഹംപി എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നിട്ട് അവിടെ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു നൈറ്റ് ട്രാവലിലുള്ള ഹൊസപ്പെട്ടി ജംഗ്ഷനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ട്രെയിൻ ജേർണി ആയിരുന്നു. അവിടെ ഹൊസപ്പേട്ട് ജംഗ്ഷനിൽ ഇറങ്ങി നമ്മൾ മുന്നേ ബുക്ക് ചെയ്ത സ്റ്റേ കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ എടുത്ത് സ്റ്റേക്ക് എത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഡേ തുടങ്ങി. ഫസ്റ്റ് ഡേ ഞങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത് വിത്തല ടെമ്പിൾ, ലോട്ടസ് മഹൽ, ഹ്യൂൻസ് ബാത്ത്, എലിഫൻറ്റ് സ്റ്റേബിൾ ഇവിടെയൊക്കെയാണ്. ആൻഡ് ഹംപി നിങ്ങൾക്കറിയാലോ, നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ വിത്തല ടെമ്പിളിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ മെയിൻലി കാണാനുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റോൺ ചാരിയറ്റ്, അതായത് നമ്മുടെ 50 രൂപയിൽ ഉള്ള ആ ഒരു ആർക്കിടെക്ചറില്ലേ, അതായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. 50 രൂപ നോട്ടിലുള്ള സ്റ്റോൺ ചാരിയറ്റാണത്. ഹംപിയിലെ ഐക്കോൺ തന്നെയാണല്ലോ നമ്മുടെ ഈ സ്റ്റോൺ ചാരിയറ്റ്. പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫോട്ടോ എടുത്ത് കാണാനും അല്ലാതെ ഇങ്ങനെ വിഷ്വൽ ബ്യൂട്ടി തന്നെ ഭയങ്കരമായിരുന്നു. കാരണം അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഈ മ്യൂസിക്കൽ മണ്ഡപ, ഈ കൊട്ടുമ്പോൾ പാട്ട് കേൾക്കുന്നത്, അതെല്ലാം ഇവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം നടന്ന് കാണാനുള്ളൊരു സ്ഥലമായിരുന്നു. ഈ വിത്തല ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹ്യൂൻസ് ബാത്തിലോട്ടാണ്. ഇത് ശരിക്കൊരു പണ്ടത്തെ ബാത്റൂം. ഈ ആനന്ദ മൂവിയിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്, അതിൽ കാണുന്നുണ്ട്. ഹ്യൂൻസ് ബാത്ത് കഴിഞ്ഞ് മഹാനവമി ഡിബ്ബ, ഇതെല്ലാം ഒരു 2 കിലോമീറ്ററിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ പോയത് ലോട്ടസ് മഹൽ. ഇവിടുത്തെ ആർക്കിടെക്ചർ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെയുള്ള എലിഫൻറ്റ് സ്റ്റേബിൾ, ഈ ആനനെയൊക്കെ കെട്ടിയിടുന്ന സ്ഥലം, ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ ഓരോ സ്ഥലങ്ങളുടെയും ആർക്കിടെക്ചർ ഭയങ്കര. അങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിച്ചത് ഞങ്ങൾ ഈ എലിഫൻറ്റ് സ്റ്റേബിളിൻ്റെ പുറത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ്.